ഇസ്ലാമിക മതഭീകരതയുടെ പേരിൽ ലോകത്തെ ചോരക്കളിയുടെ മൂർധന്യതയിൽ എത്തിച്ച അധികാരത്തിൻ്റെ ഉദയത്തിൽ നിന്ന് ഹമാസ് എന്ന ഭീകരശക്തി നിലം പതിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലോകത്തിന് നൽകുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. 2 പതിറ്റാണ്ട് മുൻപ് ഗാസയിൽ ആരംഭിച്ച ഒരു രാഷ്ട്രീയ സായുധ രക്തരൂഷിത പോരാട്ടങ്ങളാണ് നിർണായകമായ വഴിത്തിരിവുകളിൽ എത്തി നിൽക്കുന്നത്. ഗാസയുടെ ഭരണ ചുമതലയിൽ നിന്ന് പിന്മാറാനും സിവിലിയൻ ഭരണത്തിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് വഴിയൊരുക്കാനും തയ്യാറാകുന്നു എന്നുമുള്ള ഹമാസിന്റെ പ്രഖ്യാപനം വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ഭീകരതയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കൊടും ക്രൂരതകളുടെ അന്ത്യം കൂടിയാണ്. 1987 ഒന്നാം ഇന്തിഫാദയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ പലസ്തീൻ ശാഖയിൽ നിന്നാണ് ഹമാസ് എന്ന സംഘടന രൂപം കൊള്ളുന്നത്. മറ്റേത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും പോലെ തന്നെ ആദ്യകാലത്ത് സാമൂഹിക സേവനങ്ങൾ, വിദ്യാഭ്യാസം, മതപ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു പലസ്തീനിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഹമാസ് അവരുടെ വിശ്വാസം ആർജിച്ചെടുത്തത്. എന്നാൽ അതോടൊപ്പം ഒരു സായുധ വിഭാഗവും രൂപീകരിക്കപ്പെടുകയും തീവ്രവാദ സ്പോൺസർമാരുടെ ശക്തമായ പിന്തുണയോടെ ഇസ്രായേലിനെതിരായ സായുധ പോരാട്ടം ശക്തമാക്കുകയും ചെയ്തു അവർ. അതോടെ പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ ശേഷിയില്ലാത്ത ഭരണകൂടമാണ് എന്നും ഹമാസാണ് തങ്ങളുടെ ശക്തി എന്നുമൊക്കെ ഗാസയിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ആ തെറ്റിദ്ധാരണകളെ മുതലെടുത്തുകൊണ്ട് ശക്തമായ മുന്നേറ്റം ഹമാസ് നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2006 പലസ്തീൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹമാസ് മത്സരിക്കുകയും അപ്രതീക്ഷിതമായ വിജയം നേടുകയും ചെയ്തു. 2007 എതിരാളിയായ ഫത്ത പാർട്ടിയുമായി ഉണ്ടായ രൂക്ഷമായ ആഭ്യന്തര ഏറ്റുമുട്ടലിനൊടുവിൽ ഹമാസ് ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ വെസ്റ്റ് ബാങ്കിൽ രാജ്യാന്തര അംഗീകാരമുള്ള പലസ്തീൻ അതോറിറ്റി ഭരിച്ചപ്പോൾ ഗാസ മുനമ്പിൽ ഹമാസ് ഭരണം നടത്തി. അതിനുശേഷം ഹമാസിന്റെ രക്തരൂഷിത തേർവാഴ്ചകളുടെ കാലമായിരുന്നു ലോകം മുഴുവൻ കണ്ടത്. ഹമാസിനെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിഗൂഢമായ അജണ്ട തന്ത്രത്തിലൂടെയും പിടിച്ചെടുക്കലിലൂടെയും ചോരകിരിയുന്ന പോരാട്ടങ്ങളിലൂടെയും ലോകത്തെ മുഴുവൻ കാൽക്കീഴിലാക്കുക എന്നതാണ് എന്ന് കരുതുകയും അതിനോട് അനുകൂലിക്കുകയും ചെയ്യുന്നവർ ഹമാസിനെ അനുകൂലിക്കുകയും അവർക്ക് സ്തുതി പാടുകയും ചെയ്യുന്ന സമീപനമാണ് കാണിച്ചത്. അത്തരക്കാർ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഗാസയിൽ അധികാരത്തിലെത്തിയ ശേഷം ഇറാന്റേതടക്കമുള്ള ചില തീവ്രവാദ ആഭിമുഖ്യമുള്ള ചില രാജ്യങ്ങളുടെ താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും അവരുമായി നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. റോക്കറ്റ് ആക്രമണങ്ങൾ, അതിർത്തി സംഘർഷങ്ങൾ, തുടർന്ന് ഇസ്രായേലിന്റെ വ്യാപകമായ സൈനിക നടപടികൾ എന്നിവ കൃത്യമായ ഇടവേളകളിൽ നടമാടിക്കൊണ്ടിരുന്നു ഈ പ്രദേശങ്ങളിൽ. അത്തരത്തിൽ നടന്ന ഓരോ യുദ്ധത്തിൻ്റെയും ഇര സാധാരണക്കാരായ ഈ ഗാസയിലെ ജനങ്ങളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണം ഈ ഭീകര ശക്തികളുടെ അടിത്തറ തന്നെയാണ് ഇളക്കിക്കളഞ്ഞത്. അവസാനത്തെ ഹമാസ് ഭീകരനെയും ഭൂപരപ്പിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ അത് പ്രാവർത്തികമാക്കിയതോടെ ഹമാസ് നിലംപരിശാവുകയായിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നേതാക്കന്മാരെല്ലാം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായതോടെ ഹമാസ് കേവലം വാലനക്കം മാത്രമായി അവശേഷിക്കുകയായിരുന്നു. ഹമാസ് നിലനിൽപ്പിനായി അന്തിമ പോരാട്ടം നടത്തിയെങ്കിലും എല്ലാം തകർന്നടിയുകയായിരുന്നു. യുദ്ധത്തിൽ ഗാസ വൻ നാശം നേരിടുകയും ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഗാസയുടെ 92% ഇസ്രായേൽ ബോംബിട്ട് ഇടിച്ചു നിരത്തി. എല്ലാറ്റിൻ്റെയും ഒടുവിൽ ഇതാ 20 വർഷത്തെ ഭരണത്തിന് ശേഷം ഗാസയുടെ സിവിലിയൻ ഭരണത്തിൽ നിന്ന് പിന്മാറാൻ ഹമാസ് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായി മാറുകയാണ്. എന്നാൽ അതുകൊണ്ട് സംഘർഷം അവസാനിച്ചു എന്നർത്ഥമില്ല. ഹമാസിന്റെ നിരായുധീകരണം, ഗാസയുടെ പുനർനിർമ്മാണം, പലസ്തീൻ ഭരണകൂടത്തിന്റെ ഭാവി, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളായി കിടക്കുകയാണിവിടെ. ആ അടുത്ത ഘട്ടത്തിലേക്ക് ലോകം ജാഗ്രതയോടെ നോക്കുകയാണിപ്പോൾ.